ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിക്ക് ഞാൻ കൊടുക്കുന്ന സംരക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളോർക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തല്ലോ. അപ്പം ഞാൻ എൻ്റെ തലയിൽ ഒന്നൊന്നരാടായിട്ടാണ് ഓരോന്നും മാറ്റി മാറ്റി ചെയ്യുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നീർക്കെട്ടോ അങ്ങനെ തലയ്ക്കന തലവേദനയോ അങ്ങനെ കഫക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് വെച്ചാലും എനിക്ക് പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ഇതിലേതാ നിങ്ങളുടെ തലമുടിക്ക് ഇങ്ങനെ ഈ ജലദോഷമോ അങ്ങനെ പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ തല പായ്ക്കിട്ടാലുണ്ടല്ലോ, തല എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ഈ നെറുകയിലോട്ട് ഇച്ചിരി എണ്ണ കൂടുതൽ പുരട്ടാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ നീർക്കെട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. ഈ വെള്ളമൊക്കെ കുറേ നേരം നമ്മൾ എണ്ണകളെല്ലാം അരയ്ക്കുന്നതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ആ വെള്ളം നമ്മുടെ തലയിലോട്ട് താഴുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നീർക്കെട്ടുമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ. പിന്നെ അതല്ല ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് വലിയ തണുപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ എൻ്റെ തലമുടിക്ക് മുടി വളരാനും മുടിയുടെ പൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ടിപ്സുകളുണ്ട്. അതിലൊന്നാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം അതെന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനതെല്ലാം ചെയ്ത് എൻ്റെ മുടിയൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ തലയിൽ അത് പുരട്ടി മുടിയൊക്കെ നല്ലപോലെ കഴുകി. മറ്റേ എപ്പോഴും ഞാൻ ഉച്ച കഴിഞ്ഞായിരുന്നു ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജലദോഷവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നവർ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു വെയിലൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ തലമുടി കഴുകുക. പിന്നെ ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്ന് മുടി കഴുകി നോക്കുക. ഒത്തിരി ചൂടാകരുത്, ചെറു ചൂടുവെള്ളത്തിൽ. പിന്നെ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ടാങ്കിൽ കിടക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ അതിന് ചെറിയ ചൂടൊക്കെ ഉണ്ട്. ആ ഒരു വെള്ളത്തിലൊന്ന് തല കഴുകി നോക്കുക. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ തലമുടിയെ ഞാൻ എന്നതാണ് ചെയ്യുന്നതെന്നുള്ളത്, ഇന്നത്തെ ടിപ്സ് എന്നാന്നുള്ളത് വീഡിയോയിലൂടെ ഇപ്പോൾ കാണാവേ. കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നാണേലും ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. 10 പൈസ മുടക്കില്ലാത്ത കാര്യമാണ്. ഒരു രൂപ പോലും മുടക്കില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. നമുക്കതെടുത്ത് ഇത് തന്നെ ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യുന്നത് വെച്ചാൽ എല്ലാം തലമുടിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇത് തന്നെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം തലമുടിയുടെ ടിപ്സിലേക്ക് പോകാമേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള, ഇതിപ്പോൾ ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള പൊടി എടുക്കാൻ പറ്റത്തില്ല. എന്നാലും 2-3 പ്രാവശ്യമായിട്ടാണ് എനിക്കിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പൊടി ഇടുക, ഇട്ടേച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ വെള്ളം ചേർത്തല്ല കേട്ടോ പുട്ടിനുള്ള പൊടി നനയ്ക്കുന്നത്. അത് അരിപ്പൊടിയുടെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും റവയുടെ മാത്രമേ ഉള്ളൂ ഞാൻ വെള്ളം ചേർത്ത് നനയ്ക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ തലേദിവസത്തെ ചോറ്, ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ചോറാണ്. വെള്ളത്തിൽ ഇട്ടേക്കുന്ന ചോറാണെങ്കിൽ ഒരു പിടി ചോറ് എടുക്കുക. എന്നിട്ട് ഇത് കണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞേച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂട് ചോറാണെങ്കിലും നമുക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ തലേദിവസം മിച്ചം വന്നിരിക്കുന്ന ചോറാണ് എടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പം ആ ചോറ് ഇതിലേക്കിട്ട് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. ഇതിപ്പം നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചു. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിർത്താൻ മതി കേട്ടോ. പൊടി നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഈ ചോറിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശകലം പോലും വെള്ളം ചേർക്കാതാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് അരിപ്പൊടിയുടെ ആണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പൂട്ടാണേലും അതെ, തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്കിത്. നനച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇത് കേട്ടോ. ഇത് നനഞ്ഞെന്നുള്ളത് നമ്മൾ അറിയുന്നത് കറക്റ്റ് നനവായെന്ന് കേട്ടോ. ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒട്ടും വേണ്ടേ. ഇതാണ് നമുക്ക് കറക്റ്റ് നനവായെന്നറിയുന്നത്. അതിപ്പോൾ നമ്മൾ പൊടിയെടുത്ത് ഇച്ചിരി നനവ് കുറവാണെങ്കിൽ
ഇച്ചിരി കൂടെ ചോറിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ല ഇനി നനവ് കൂടിപ്പോയെങ്കിൽ ഇച്ചിരി കൂടെ പൊടി ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലാതെ യാതൊരു കഷ്ടപ്പാടില്ല. ഇതിപ്പോൾ നല്ല നല്ല ടേസ്റ്റും കേട്ടോ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും ഈ ചോറൊക്കെ കഴിക്കും ഷുഗറുകാരൊക്കെ ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇത് പറ്റുന്നതെന്ന് ഓർക്കുമായിരിക്കും. ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തലേദിവസം വെക്കുന്ന ചോറ് പിറ്റേ ദിവസം വെച്ച് ഊറ്റുമല്ലോ. വെച്ച് ഊറ്റിയ ചോറ് ഷുഗറുകാർക്കൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോറ് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ആ ചോറ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ അന്ന് വെക്കുന്ന ചോറ് കൊണ്ട് എടുക്കണ്ട, പിറ്റേ ദിവസം വെക്കുന്ന ചോറ് കൊണ്ട് എടുത്താൽ മതി. യാതൊരു പ്രശ്നവും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ പുട്ടുണ്ടാക്കിയാലും ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, ചേട്ടൻ. ചേട്ടന് പുട്ട് ഇഷ്ടമല്ല. പുട്ട് ഇഷ്ടമല്ലെന്ന് പറയാൻ കാര്യം ഗോതമ്പ് പുട്ടാണ് ഇഷ്ടമല്ലാത്ത, അരിപ്പുട്ട് ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടന് ഞാനോർത്ത് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളിന്ന് പുട്ടുണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? പ്രധാന കാരണം ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിവെച്ച വാഴക്കൊലയില്ലേ, അത് പെട്ടെന്ന് പഴുത്തു കേട്ടോ. പിറ്റേ ദിവസം തന്നെ അതിന് മഞ്ഞ കളറ് കയറി പെട്ടെന്ന് പഴുത്തു. അപ്പം നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം പഴമുണ്ട്. അന്നേരം പുട്ടൊക്കെ ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പ് പുട്ടും എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പ് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പഴക്കൊലയൊക്കെ പഴുത്തതുകൊണ്ട് നമുക്കിന്ന് പുട്ടും പഴവും ആക്കിയേക്കാം. അപ്പം നമ്മുടെ പുട്ട് റെഡിയായി. ശകലം പോലും പൊടിഞ്ഞു പോകാതെ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ് കേട്ടോ. ശകലം പോലും പൊടിഞ്ഞു പോകത്തില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ്. നമ്മുടെ ചോറ് കൊണ്ട് നമ്മളുണ്ടാക്കിയ ചോറ് ചേർത്ത് നനച്ചെടുത്ത് വെള്ളം ചേർക്കാത്ത പുട്ടാണിത്. ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ. ഈ ഗോതമ്പ് പുട്ടുണ്ടല്ലോ, അടുപ്പയിലോട്ട് വെച്ചങ്ങ് പുഴുങ്ങുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല ഒരു ആ പുട്ടിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള മണം. എനിക്ക് പുട്ടുകളിൽ ഏറ്റവും ഇഷ്ടം ഗോതമ്പ് പുട്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ടുകളല്ല, എനിക്ക് ഏത് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പുട്ടാണ്. അതും ഗോതമ്പ് പുട്ട്. ഇതിൻ്റെ മണം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മുടിക്ക് ചെയ്യുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഞാൻ ഓരോ 2 ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി ഓരോന്നും തലമുടിക്ക് ചെയ്യും. അപ്പോൾ ഈ മുരിങ്ങയിലെന്ന് പറഞ്ഞല്ലോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് 10 പൈസ മുടക്കില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് പറിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബാക്കി എന്നാണേലും നമുക്ക് ഇച്ചിരി പൈസയൊക്കെ മുടക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് 1 രൂപ പോലും മുടക്കില്ല. അപ്പം ഈ മുരിങ്ങയില തലയിൽ തേച്ചാൽ നമ്മുടെ മുടി പൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും കേട്ടോ. മുടി പൊഴിച്ചിലും പെട്ടെന്ന് നിൽക്കും. ഈ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് വേറെ മുടി കിളിർത്ത് വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് മുരിങ്ങയിലയാണ് തേക്കുന്നത്. അപ്പം മുരിങ്ങയില തേക്കാനായിട്ടുള്ളതെല്ലാം ഒന്ന് അരച്ചൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞാൻ ഒരു ശകലം വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. അല്ലാതെ നമുക്ക് നല്ല ഒരു ഇതായിട്ട് കിട്ടത്തില്ല. ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒത്തിരി അല്ല, ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാമെങ്കിൽ നല്ല പേസ്റ്റ് വരുത്തി നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇത് അരച്ചുകൊണ്ട് വരട്ടെ. ഞാൻ ഇത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി ഇലയെല്ലാം എടുത്ത് ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിലോട്ട് വെച്ചപ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് കറണ്ട് പോയി. അന്നേരം പിന്നെ കല്ലിൽ അരച്ചേക്കാന്ന് വിചാരിച്ച്. പക്ഷെ കല്ലിൽ അരച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇത് കണ്ടോ. അപ്പം ഇനി ഇത് കല്ലിൽ നിന്നെല്ലാം ഒന്ന് വടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. വേണ്ട ഇത്രയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ എണ്ണ ചേർക്കാം. നമ്മൾ സാധാരണ മുടിയിൽ എണ്ണ തേച്ചിട്ടാണ് ഇതിന് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ തലപ്പറ്റുന്നത്. എണ്ണയാണ് തലപ്പറ്റുന്നതിന് എണ്ണ തേച്ചിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്താൽ മതി കേട്ടോ. ഒരു 1.5 സ്പൂൺ എണ്ണ മതി, ഒത്തിരി ഒന്നും വേണ്ട. നമ്മുടെ സ്കാൽപ്പ് മാത്രമല്ല നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നുള്ളൂ. അപ്പം എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലേലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട്, ചിലപ്പോൾ ചേർക്കത്തില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. ഇപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയപ്പോഴത്തേക്കായിരുന്നു കേട്ടോ കറണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഒരു ശകലം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിനകത്തേക്ക് ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കുന്നുണ്ട്, ഇതിനകത്തേക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കുക. അപ്പം അരകല്ലിലൊക്കെ അരയ്ക്കുമ്പം ആ കല്ല് കഴുകി ഒരു ശകലം വെള്ളം വേറെ പാത്രത്തിലോട്ട് എടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് എടുക്കരുത്. വേറെ പാത്രത്തിൽ എടുത്ത് വെച്ച് നമുക്ക് ഇച്ചിരി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ
അന്നേരം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാവുള്ളേ. അല്ലാതെ കല്ല് കഴുകുന്ന വെള്ളം നേരിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കരുത്. വെള്ളം കൂടിപ്പോയാൽ തലയിൽ കൂടി എല്ലാം ഒലിച്ചിറങ്ങും. ഇതിപ്പോൾ ഞാൻ ഇതുണ്ടോ, എനിക്ക് തല തേക്കാവുന്ന ആ ഒരു ഇതിലാക്കി ഞാൻ ലൂസാക്കി എടുത്തിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇത്രയും മതി. അപ്പം ഞാൻ ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ തല പെട്ടെന്ന് മുട്ടയുടെ വെള്ളം തേക്കാറുണ്ട്, കഞ്ഞിവെള്ളം ഉലുവ, പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ചണവത്തിൻ്റെ ജെല്ല്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, കറ്റാർവാഴ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ മുടി വളർച്ചയ്ക്കുള്ള എല്ലാ സാധനങ്ങളും, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഞാൻ തലയിൽ തേക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തേക്കുന്നതിൽ എനിക്ക് ഈ മുരിങ്ങയിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് ഞാൻ അടുപ്പിച്ച് ഞാൻ തലയിൽ പറ്റാറുണ്ട് കേട്ടോ. ഇന്ന് പറ്റി തന്നെ നാളെ തന്നെ പിന്നെയും പറ്റാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട് മുടി പൊഴിച്ചിൽ ഒന്ന് മാറി കിട്ടാനായിട്ട്. അപ്പം മുടി പൊഴിച്ചിലൊക്കെ എന്നത്തേക്ക് മാറി കിട്ടി. അതുപോലെ ഇത് കണ്ടോ, അതായത് ഇവിടെയൊക്കെ മുടിയൊക്കെ ഇത് കണ്ടോ, നമുക്ക് എന്നതേലും തല പുരട്ടി അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ കുഞ്ഞ് ഹെയർ കിളുത്ത് ഇറങ്ങുന്നത്. ഇത് കണ്ടോ, എനിക്ക് നേരത്തെ ഇവിടെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഒന്നും അങ്ങനെ മുടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ തോണ്ടിയപ്പോൾ ഒന്നും വരാനില്ലായിരുന്നു. ഒരു ഇച്ചിരി ഏതാണ്ട് ഒരു പൊടി പോലെ എങ്ങാനും കണ്ടെങ്കിലായി. പക്ഷേ അത് പോയിട്ട് ഇപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ മുടി ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കയറിയായിരുന്നു ഇരുന്നത്. അവിടെയൊക്കെ മുടി കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഈ സൈഡിൽ നിന്നായിരുന്നു മുടിക്ക് വാച്ചിലെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങ് കയറിയായിരുന്നു അങ്ങ് ഇരിക്കുന്നത്. അവിടെ ഒക്കെ ഇപ്പം ഞാൻ പിന്നെ കൃത്യമായിട്ടൊരു വാച്ചിലെടുപ്പില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് എടുക്കും, ചിലപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ പറ്റാനും കൂടെ തുടങ്ങിയപ്പോഴത്തേക്കും മുടി തേണ്ട ഇവിടെയൊക്കെ കിളുത്ത് തുടങ്ങിയത് കണ്ടോ. ഇതൊക്കെ പൊടി പൊടിയായിട്ടുള്ള മുടികളാണ്, അതൊക്കെ കിളുത്ത് വന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നമുക്കറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മുടിക്ക് മുടിയുടെ കിളിർത്ത് വരുന്ന നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ തലമുടി വളരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. അതുപോലെ തന്നെ പൊഴിഞ്ഞു പോയ മുടികളൊക്കെ വരും. നമ്മുടെ മുടിക്ക് ഉള്ളു പതിയെ പതിയെ ആയിക്കൊണ്ടിരിക്കും. ഒറ്റയടിക്ക് സെറ്റാകത്തില്ല കേട്ടോ. ഇന്നിപ്പം അങ്ങോട്ട് ചെയ്ത് നാളെ തന്നെ അങ്ങോട്ട് മുടി തഴച്ചങ്ങോട്ട് വളരുകയല്ല. ഒരു മാസമൊക്കെ എടുക്കും. നമുക്ക് എന്നെ കാര്യം നമുക്കൊരു സമയം നമ്മളിച്ചിരി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ കണ്ടല്ലോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ മുരിങ്ങയില അരച്ചതല്ല ഇനി തല തേക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചത് തേക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തേച്ച് തല തേക്കുക. അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി തലമുടിയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും. നമ്മൾ എത്ര അരച്ചെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നാര് പോലെ കാണും. അത് നല്ലപോലെ കഴുകി മുടി ഒന്ന് ചെയ്യാൻ മതി. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പൊക്കോളും. അപ്പം ഞാൻ എൻ്റെ തലയിലോട്ട് പരട്ടാനായിട്ട് തുടങ്ങുവാണ്. മുടി ഇങ്ങനെ വകഞ്ഞെടുത്തേച്ച് വേണം. മുടിയെ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. വേണ്ടേ ഇങ്ങനെ വേണ്ട ഇതുപോലെ ഒന്ന് തലമുടി മുഴുവനും അങ്ങ് തേച്ച് കൊടുക്കാം. നല്ലപോലെ തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ മുടി കറക്കാനുള്ളതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ. അതിനകത്താണെങ്കിലും മുടി വളരുന്ന സംഭവങ്ങളാണ് കൂടുതലും ഉള്ളത്. ആ മുടി കറക്കാനുള്ളതൊക്കെ തലയിൽ പറ്റിയാലും ആർക്കും ഒരു സൈഡ് എഫക്റ്റും വരത്തില്ല. മുടി കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കകത്ത് അമ്മ പറഞ്ഞ പോലെ മുടി കറുത്തില്ലേലും മുടി വളരാതിരിക്കുകയല്ലേ ഇതൊക്കെ തേച്ചാലെന്ന് പറഞ്ഞാൽ അതുപോലെ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത്രയ്ക്ക് നമ്മുടെ മുടിക്ക് ഗുണം കിട്ടുന്നതാണ്. അല്ലാതെ ഒന്നും അതിൽ കെമിക്കലായിട്ടില്ല. പക്ഷെ മുടി കറക്കുകയും ചെയ്യും കേട്ടോ. എൻ്റെ മുടി അന്ന് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് അത് കറുത്തതാണ്. പിന്നെ ഇതുവരെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതുപോലെ തലമുടിയെ പറ്റുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഈ ഫ്രണ്ടിലും കൂടെ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ മുടിയുടെ ഫ്രണ്ടിലും ഒക്കെ നല്ലപോലെ, എന്നാലേ മുടി വളരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തേച്ച് കൊടുക്കുന്നിടത്ത് മാത്രമായിട്ട് വളരും. പിന്നെ ഇപ്പം നമ്മൾ തന്നെ വരട്ടാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. ഞാനിവിടെ അച്ഛനുള്ളപ്പോൾ അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി തന്നെ ഇപ്പോൾ രാവിലെയാണ് ഞാൻ ചെയ്യാനിരിക്കുന്നത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എൻ്റെ തലമുടിയിലെല്ലാം നല്ലപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വരെ തലയിൽ ഇത് വെച്ചേക്കും. മുടി നല്ലപോലെ ഒന്ന് തല പിടിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തല പറ്റുന്നതിന് മുമ്പ് നെറുകയിലോട്ട് ഒരു ശകലം എണ്ണ തേച്ചതിന് ശേഷമേ പുരട്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നെറുകയിലൊക്കെ ഇതിനകത്ത് വെള്ളമൊക്കെ ചേരുന്നതല്ലേ. നെറുകെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ചിലർക്ക് പനിയും ജലദോഷമൊക്കെ പിടിക്കും. അങ്ങനെയുള്ളവർക്ക് എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട്. കണ്ണന് പനിയായിരുന്നു. അതിവിടെ എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുക. കണ്ണന് ചേട്ടനും അച്ഛനും എല്ലാം വന്നപ്പോൾ ലാസ്റ്റ് എനിക്കും ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി എണ്ണ നെറുകെ പറ്റാൻ മറന്നു. ഇനി എങ്ങനെ ഒന്നാമത്തെ സ്ഥിതി എന്ന് അറിയത്തില്ല. ജലദോഷം ഉള്ളതുകൊണ്ട് അല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ.
മൂക്കടപ്പ് ഇന്നലെ തൊട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുടി ഇങ്ങനെ വകഞ്ഞ് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കുക. പുറവശത്തോട്ട് നമ്മൾ തേക്കുമ്പോഴത്തേക്ക് മുടി ഇങ്ങനെ മുന്നോട്ടിട്ടേച്ച് ഇങ്ങനെ പുറവശം വകഞ്ഞ് അങ്ങനെയും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മുഴുവനും തലമുടിയിലെല്ലാം ഒന്ന് പുരട്ടി ഇനി ഒരു 20 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ ഇപ്പോൾ ഞാൻ വെള്ളോട്ട് ഇറങ്ങി ഇതിന് പുരട്ടാന്ന് ഓർത്തെ. വെളിയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഭയങ്കര കാക്കയുടെ ശല്യം വന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാക്കയുടെ ബഹളമാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് പുരയ്ക്കാതെ നമ്മളത്തേക്ക് ഡോർ കിടച്ച് കഴിയുമ്പോൾ അത്രയും സൗണ്ട് അകത്തോട്ട് വരത്തില്ല. അതുകൊണ്ടാണ് അകത്തിരുന്നെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ വെള്ളോട്ട് ഇറങ്ങി എന്ന് വെച്ചാൽ പറ്റത്തുള്ളൂ. കാര്യം ഷോൾ അങ്ങ് മാറ്റണം. പിന്നെ മേത്തൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ പുറകിലോട്ടൊക്കെ ഇങ്ങനെ പുരട്ടുമ്പോൾ വീഴും മേത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് പുരയ്ക്കകത്തൊക്കെ ആവേണ്ട. അപ്പോൾ ഇത്രയും പുരട്ടി നിങ്ങളതിനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം പുരട്ടി മുടിയെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ വരാവേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 രൂപ പോലും നിങ്ങൾക്ക് ചിലവില്ലാത്ത കാര്യമാണ്. നമ്മുടെ അടുക്കളയിലുള്ള വെളിച്ചെണ്ണ നമ്മുടെ മുറ്റത്തിരിക്കുന്ന മുരിങ്ങയില മാത്രമേ ഇതിലെടുക്കുന്നുള്ളൂ. നിങ്ങളിത് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ മുടി ഒരു ശകലം വളരുന്നില്ലായിരുന്നു കേട്ടോ. എൻ്റെ മുടി ഒരു ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കുള്ളൂ. എൻ്റെ മുടി ഇത്രയും ചുരുണ്ടതും അല്ലായിരുന്നു. ഇതങ്ങ് ചുരുളാനും തുടങ്ങി. ആ കൂടെ മുടിക്ക് നീളവും വെക്കാതായി. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മൈൻഡ് കൊടുക്കാതായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വളരുകയില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അച്ചുവിൻ്റെ മുടിയാണ്, അവിടെ മുടി നല്ല രീതിക്ക് വളർത്തിയെടുക്കാനാണ് നോക്കിയത്. പക്ഷെ അവിടെ മുടി ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിക്ക് നല്ല ഉള്ളോടുകൂടി അവിടെ മുടി വളരാൻ തുടങ്ങി. എൻ്റെ മുടി അങ്ങനെ തന്നെ കിടന്ന് ഇനിയിപ്പോൾ പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ആയി അതെല്ലാം വീട്ടമ്മമാരുടെ ഒരു മൈൻഡാണ്. പിള്ളേരായി ഇനി നമുക്ക് ഇനി അടുക്കളയാണ് നമ്മുടെ ലോകം എന്നൊരു ചിന്തയുണ്ട്. ജോലിക്ക് പോകാത്ത മിക്ക വീട്ടമ്മമാരുടെയും ചിന്ത അത് തന്നെയാണ്. അങ്ങനത്തെ ചിന്ത തന്നെയായിരുന്നു എനിക്ക്. ഇനി എന്നാത്തിനാ നമ്മൾ വീട്ടിലല്ലേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷെ മുടി ശരിക്കും പോയി കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ മുടി ചീകുമ്പോൾ മുടി ഒട്ടും ഇല്ലാതെ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി തുടങ്ങിയത്. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മുമ്പ് ഇടയ്ക്ക് പ്രാവശ്യം സ്ട്രെയിറ്റ് ഒക്കെ അന്ന് എനിക്ക് മുടിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അന്ന് പക്ഷേ അല്ല അതുപോലെയൊക്കെ ഒന്ന് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്ത മുടി സ്ട്രെയിറ്റ് ചെയ്താൽ ഒരു വൃത്തി കാണത്തില്ല കണ്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അനങ്ങാനേ പോയില്ല. ഉള്ള മുടി നല്ല ഇതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ ഞാൻ തലയിൽ ഓരോന്നൊക്കെ തേക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി പൊഴിച്ചിൽ മാറിയതിൻ്റെ ഒപ്പം തന്നെ മുടിക്ക് നീളം വെക്കാൻ തുടങ്ങി. എന്നും പറഞ്ഞ് ഭയങ്കര പനകോല പോലെ നിലത്ത് മുട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ മുടി തന്നെ ഇത്രയും നീളമുള്ളായിരുന്നു. എൻ്റെ തോളിൻ്റെ ഇവിടെ കിടക്കത്തുള്ളായിരുന്നു. ചുണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ മേളിലോട്ട് സ്പ്രിങ് മാരിയായി കയറി പോയിരുന്നു. അവിടെ നിന്നൊക്കെ എൻ്റെ മുടി കേട്ടോ ഇത്രയും ഉണ്ട്. വലിച്ച് നീട്ടുമ്പോൾ ഇത്രയും നീളമുണ്ട് മുടിക്ക്. ഇത് കേട്ടോ ഇത്രയും നീളം ഇങ്ങനെ മുടിക്ക് വെച്ചിട്ടുണ്ട്. ഇത് വിടുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറിപ്പോകും. എന്നാലും നനഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം മുടിക്ക് നല്ലപോലെ നീളം വെച്ചിട്ടുണ്ട്. പിന്നെ ചീച്ച എണ്ണയൊക്കെ തേച്ചിടുമ്പോഴത്തേക്ക് ഇച്ചിരി ചുരുളിച്ച് കുറഞ്ഞതായിട്ട് കിടപ്പുണ്ട്. അപ്പം അതുപോലെ എനിക്ക് മുടി ഇത്രയുള്ളായിരുന്നു എൻ്റെ മുടി. എത്ര വലിച്ച് നീട്ടിയാലും വേണ്ട ഇവിടം വരെ കിടക്കത്തുള്ളായിരുന്നു. അതിൽ നിന്നാണ് ഇത്രയും എനിക്ക് വളർന്ന് കിട്ടിയത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. നല്ലപോലെ നമ്മൾ മുടി സൂക്ഷിച്ചാൽ പ്രായമൊന്നും ഒരു പ്രശ്നമേ ഇല്ല. മുടിക്ക് വളർച്ച കിട്ടാനായിട്ട് മുടിക്ക് നല്ല വളർച്ച കിട്ടും. അപ്പം മുടി എനിക്ക് അച്ഛൻ തന്നെ എന്നോട് പറയണ്ട അമ്മയുടെ മുടിക്ക് നീളം വെക്കുന്നുണ്ട് വെക്കുക. കാര്യം ഇവിടെ ഉള്ളവർക്ക് എന്നെ കാണുമ്പോൾ അറിയാമല്ലോ മുടിക്ക് വളർച്ചയില്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാമല്ലോ. പക്ഷേ മുടി വളരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി തന്നതെന്നു വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളോർക്കും ഞാൻ പെട്ടെന്ന് തേച്ചിച്ച് പോകുന്നു, എൻ്റെ മുടിക്ക് വലിയ നീളമില്ല എന്നൊക്കെ ചുരുണ്ട് കിടക്കുന്നുണ്ടോ. ഇത് വലിച്ച് നീട്ടുമ്പോഴാണ് അങ്ങ് നീണ്ടു പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വലിയ നീളമില്ലല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു തന്നത്. എൻ്റെ മുടിക്ക് ഒട്ടും നീളമില്ലായിരുന്നു കേട്ടോ. അതിന് ഇത്രയൊക്കെ ആയതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുടിയൊക്കെ കഴുകിയതിന് ശേഷം കാണാമേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.